ഹോശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. വരുവിൻ, നമ്മെ യഹോവയുടെ ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കയറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കിട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഒരു നിമിഷം പ്രാർത്ഥിക്കും. കർത്താവേ, വചനത്തിനായി സ്തുതിക്കുന്നു. കാരണം ജനത്തിന് ഇത് പകർന്നു കൊടുക്കുവാൻ അവിടുത്തെ ആലോചന ഇത് കേൾക്കുന്നവരുടെ ഉള്ളങ്ങളിൽ അവിടുത്തെ ആത്മ ക്രിയ ചെയ്താട്ടെ. യേശുനാമം തന്നെ ആമേൻ. വരുവിൻ, നാം യഹോവയുടെ ചെല്ലുക. അകന്നുപോയ ഒരു സമൂഹത്തോടെന്ന പോലെ അടുത്തു വരുവാനായിട്ട് ദൈവത്തിൻ്റെ സന്ദേശം ഹോശയ്യാ പ്രവചനത്തിലൂടെ ഇവിടെ വെളിപ്പെടുകയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിലേക്ക് വന്നവരോട് ഒരു ദൂത് പറയുവാനായിട്ടുണ്ട്. ഓരോ ആവശ്യം വന്ന് മാറിപ്പോയവരോടാണ് ഈ കാര്യം പറയുന്നത്. എല്ലാവരും എന്നെ കേൾക്കുന്ന എല്ലാവരും പിന്മാറ്റക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഈ കാലഘട്ടത്ത് പെന്തക്കോസ്ത് സമൂഹം ഒരു മടങ്ങിവരവിന് തയ്യാറാകണം. മടങ്ങി വരുന്നില്ല എങ്കിൽ ഇന്നത്തെ സാമ്പത്തിക മാന്യത, ഇന്നത്തെ ആഗോളതലത്തിലുള്ള ഒരു തകർച്ച ദൈവമക്കളെ ആഴമായി ബാധിക്കുന്ന വിഷയമാണ്. ഇതിൻ്റെ പ്രധാന കാരണം എൻ്റെ ഭാഗം പറഞ്ഞാൽ ദൈവമക്കൾ തന്നെയാണ്. കാരണം ദൈവത്തെ അറിയേണ്ട ജനത്തിന് ഒരു മുന്നറിയിപ്പാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇന്ന് പകൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രമേ ഇപ്പോഴുള്ള എല്ലാ വിഷയത്തിനും ഒരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ എന്തെല്ലാം ക്ഷാമം ഉണ്ടായാലും എന്തെല്ലാം വരൾച്ച ഉണ്ടായാലും ക്ഷാമകാലത്ത് ക്ഷേമമായി പോഷിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതിൽ വിശ്വസിക്കണം. പലതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നൊരു കാലഘട്ടമാണ്. എന്നാൽ ദൈവഭക്തൻ പറഞ്ഞതുപോലെ ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല. ആ അനുഭവം അനേക ബാലസിംഹങ്ങൾ മദ്യത്തിനും മയക്കും മരുന്നിനും പാപത്തിനും മ്ലേച്ഛതയ്ക്കും തെരുവിൽ കിടക്കുമ്പോൾ മാന്യ സഹോദര സഹോദരി, നിൻ്റെ തലമുറ നിന്നോട് ചേർന്നിരുന്ന് സ്വോത്രം ചെയ്യുന്ന ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ സന്ദേശം എന്നോട് പറയുമ്പോൾ ഹോശയ്യാവിലൂടെ ഓർപ്പിക്കുന്നു, വരുവീൻ, യഹോവയുടെ ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു. എന്താണ് നമ്മുടെ ദൈവം? കടിച്ചു കീറാൻ സിംഹമാണോ, പുലിയാണോ, പട്ടിയാണോ? അല്ല, ഈ ദൈവം കോപിച്ചിരിക്കുന്നു. ഈ ജനത്തെ മടക്കി വരുവാൻ സന്ദർശിച്ചിരിക്കുന്നു. ഈ സന്ദർശനം എന്താണെന്ന് അറിയാമോ? കടിച്ചു കീറപ്പെട്ട ജനം സൗഖ്യമാകണമെങ്കിൽ ദൈവത്തിലേക്ക് വരണം. സൗഖ്യമാക്കുന്ന കർത്താവ് നിന്റെ ജീവിതത്തിൻ്റെ ഒരു ശരിയായ സൗഖ്യം. പുറമേ ചിരിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, സ്തോത്രം പറയുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരു ശരിയായ സൗഖ്യം ആവശ്യമുണ്ടെങ്കിൽ അകത്തലങ്ങളിൽ അസ്വസ്ഥത നിറഞ്ഞ സൗഖ്യമില്ലാതിരിക്കുന്ന കുടുംബമേ, വ്യക്തിയെ, സഹോദരനെ, സഹോദരിയെ, പ്രിയ പൈതലെ, ഇന്ന് പകൽക്കാലം നിൻ്റെ ഉള്ളിൽ ഒരു ശരിയായ സൗഖ്യത്തിന് യേശുവിലേക്ക് അടുത്തു വരണം. യേശുവിൻ്റെ നാമത്തിൽ നീ കണ്ണുനീരോട് അടുത്തു വന്ന് അകൃത്യങ്ങളെ, പാപങ്ങളെ, രഹസ്യപാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിച്ചാൽ അവൻ സൗഖ്യമാക്കും. എന്നോട് ചേർന്ന് പറയാം, നിനക്ക് സൗഖ്യമാകും, സൗഖ്യമാകും. ആമേൻ, സൗഖ്യമാക്കും എന്നുറപ്പിച്ച് കർത്താവ് പറയുകയാണ്. സൗഖ്യമാക്കിയേക്കാവുന്നല്ല, സൗഖ്യമാക്കും. സ്തോത്രം. എൻ്റെ ഒരു ചെറിയ സാക്ഷി ഞാൻ പറയട്ടെ. ഞാൻ വിശ്വാസത്തിൽ വന്ന ശേഷം എൻ്റെ മാതാവ് ഗർഭപാത്രം എടുത്തു കളേണ്ടതായ രോഗം പിടിപെട്ടു. യൂട്രസ് സംബന്ധമായ രോഗം പിടിപെട്ടു. എൻ്റെ അമ്മ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ട് അമ്മയായിരുന്നു. വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. ഞാൻ ഏകനായ വിശ്വാസത്തിൽ നിൽക്കുന്ന സമയം. ഈ സമയത്ത് കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എൻ്റെ ഒരു വിശ്വാസം എൻ്റെ അമ്മയെ ദൈവം സൗഖ്യമാക്കുമെന്ന്. എന്നാൽ ഞാൻ അത് ആ താല്പര്യത്തോടെ ചെന്ന് പറയുകയും ആ സമയത്ത് വളരെ പ്രതികൂലം അടുത്ത് കടന്നവരൊക്കെ പറഞ്ഞു, നിനക്ക് തലയ്ക്ക് ചൂടാണ്, അങ്ങനെ സൗഖ്യമൊന്നും ഉണ്ടാകത്തില്ല, നാളെ ഓപ്പറേഷൻ നടക്കാൻ പോവുകയാണ്, നാളെ ഓപ്പറേഷന് വേണ്ടി ഓ നെഗറ്റീവ് ബ്ലഡെല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. അപ്പോൾ ശരിയാണ്, എല്ലാം ഞാനിവിടെ നടന്നാൽ ശരിയാക്കിയത്. ആ സന്ദർഭത്തിൽ എൻ്റെ ഉള്ളിൽ യേശു കർത്താവ് പറഞ്ഞു സൗഖ്യമാക്കും. ഞാനവിടെ പറയുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നിൻ്റെ യേശു എന്നെ സൗഖ്യമാക്കുകയാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വന്നേക്കാം. അങ്ങനെ ആ സമർപ്പണത്തിൽ എൻ്റെ അമ്മ യേശുവിനായി ഹൃദയം കൊടുത്തു. വളരെ സമർപ്പണത്തോടെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. സ്തോത്രം. എന്നാൽ അന്ന് സന്തോഷത്തോടെ അവിടെ നിൽക്കുമ്പോൾ പല നിലയിലുള്ള ബുദ്ധിമുട്ട് എന്നെ ആക്ഷേപിക്കുകയൊക്കെ പലരും ചെയ്തു. എന്നാൽ വീട്ടിൽ പോയിട്ട് ഞാൻ മടങ്ങി വന്നു. പിറ്റേ ദിവസം സ്തോത്രം ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. എന്നാൽ ആ സമയത്ത് സ്തോത്രം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടേഴ്സ് തിരിച്ചു വന്ന് പറഞ്ഞു, മറിയാമ്മയ്ക്ക് ഇനി ഓപ്പറേഷൻ വേണ്ട. അത്ഭുതമായ സൗഖ്യം ദൈവം കൽപ്പിച്ചു. ഇന്ന് 19 വർഷം കഴിഞ്ഞു എൻ്റെ അമ്മയെ കർത്താവ് സൗഖ്യത്തോടെ നിർത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞ താല്പര്യം, ഇതിന് രോഗം എന്തായാണെങ്കിലും സ്തോത്രം, ആമേൻ, കർത്താവിനെ
വിശ്വസിക്കുന്നെങ്കിൽ ദൈവം സൗഖ്യമാക്കും. എൻ്റെ മൂത്ത മോൾ കെസിയായിക്ക് ശരീരത്ത് മുഴുവൻ അലർജിയാൽ ഭാരപ്പെട്ടു. അവൻ ജന്മം മുതൽ അത് കറുത്ത ശരീരമായിരുന്നു. ബോഡി മുഴുവൻ അവൻ കട്ട പിടിച്ചരിപ്പുമായിരുന്നു. ആമേൻ. തൊലിയെല്ലാം കട്ടി പിടിച്ച് തൊലിയെല്ലാം ചൊറിച്ചിൽ ഉണ്ടായി പൊരിഞ്ഞിളകുമായിരുന്നു. ചൊറി പിടിച്ച ശരീരമായിരുന്നു. മുഴുവൻ പുണ്ണെന്ന് പറയാം. അങ്ങനെ അനുഭവമായിരുന്നാൽ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ ഞങ്ങൾ വട്ടം കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗീയത്തിലെ അഗ്നി ഒരു വെളിപ്പാട് കണ്ട തീയിറങ്ങുന്നതായി കാണുകയും അതെൻ്റെ പൈതലിനെ പൂർണ്ണമായി കർത്താവ് സൗഖ്യമാക്കി. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നു. യേശു സൗഖ്യമാക്കും. സ്തോത്രം. ഇന്ന് പകൽ ഈ മെസ്സേജിന് മുമ്പിൽ ദൈവത്തെങ്കിലേക്ക് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിശ്ചയമായും സൗഖ്യമുണ്ട്. ഇരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് പറയാ സൗഖ്യമാക്കും. എന്നോട് ചേർന്ന് പറയാം സൗഖ്യമാക്കും. ആക്കിയ വെക്കാന്നല്ല, സൗഖ്യമാക്കും, ഉറപ്പാണ്. മറ്റൊന്ന്, സ്തോത്രം, മുറിവ് കെട്ടും. ഈ പകൽക്കാലം മനുസഹോദരനെ നിന്റെ ജീവിതത്തിൽ ആഴമായ മുറിവുകളുണ്ടാകാം. ആമ വീട്ടുകാർ നിമിത്തമുണ്ടായ മുറിവ്, സഹോദരങ്ങൾ നിമിത്തമുണ്ടായ മുറിവ്, അപ്പനിൽ നിന്നുണ്ടായ മുറിവ്, അമ്മയിൽ നിന്നുണ്ടായ മുറിവ്, മകളിൽ നിന്നുണ്ടായ മുറിവ്, മകളിൽ നിന്നുണ്ടായ മുറിവ്, മരുമകളിൽ നിന്നുണ്ടായ മുറിവ്, അമ്മായിമിൽ നിന്നുണ്ടായ മുറിവ്, വ്യത്യസ്തമായ നിലയിൽ നിന്നെ ഒറ്റപ്പെടുത്തിയ ഏത് സാഹചര്യമാകാം. നിനക്കുണ്ടായ മുറിവ് കർത്താവ് പറയുന്നു മുറിവ് കെട്ടും. ഈ പകൽക്കാലം സ്തോത്രം ദൈവമുഖാന്തരം നിനക്കുണ്ടായ മുറിവിൻ്റെ ഏത് സാഹചര്യമാണെങ്കിലും ഇന്ന് പകൽ നിൻ്റെ മുറിവിനെ കർത്താവ് കെട്ടാൻ പോകുകയാണ്. അവൻ മുറിവ് കെട്ടിയാൽ ഒരു പാടുപോലും ഇല്ലാത്ത നിലയിൽ അവൻ പൂർണ്ണമായി മാറ്റാൻ പോകുകയാണ്. നിന്നെ മുറിവ് വലുതാക്കാൻ ശ്രമിക്കുന്ന അനേകരുണ്ട്. നിന്നെ ആ വിഷയത്തെ വലുതാക്കി കാണിക്കുവാൻ, അപകീർത്തിപ്പെടുത്തുവാൻ, ദുഷിക്കുവാൻ നോക്കുന്ന അനേകരുണ്ട്. ഓർത്തുകൊള്ളുക, കർത്താവ് നിൻ്റെ സമീപത്തുണ്ട്. കാരാഗൃഹത്തിൽ പൗലോസിനെയും ശീലാസിനെയും അടിച്ച് മുറിവേൽപ്പിച്ചു. എന്നാൽ കാരാഗൃഹ പ്രമാണി വെളിച്ചം ചോദിച്ച് അകത്തു വരത്തക്ക അനുഭവം ഉണ്ടായി. നിൻ്റെ ഈ മുറിവുള്ള അനുഭവത്തിൽ തന്നെ നീ മിണ്ടാതിരിക്കരുത്. നീ സ്തോത്രം പറയണം, നീ പാടണം, നീ പ്രാർത്ഥിക്കണം. നിൻ്റെ സാഹചര്യത്തിൽ നീ ശക്തമായി വർഷിപ്പിക്കുക, ആരാധിക്കുക. നിൻ്റെ മുറിവ് കെട്ടാൻ പോകുകയാണ്. വെളിച്ചം ചോദിച്ച് ചിലർ ഈ വർഷം നിൻ്റെ അടുത്ത് വരാൻ പോകുകയാണ്. ആമേ. വിടുതൽ ചോദിച്ച് നിൻ്റെ അടുത്ത് വരാൻ പോകുകയാണ്. മുറിച്ചവനെ കൊണ്ട് തന്നെ മുറിവ് കെട്ടിക്കുന്ന ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഈ സന്ദേശിക്കുന്ന ജീവിതമേ, നിൻ്റെ മുറിവ് എത്ര വലുതാണെങ്കിലും അത് കർത്താവ് പൂർണ്ണമായും മായിക്കാൻ പോകുകയാണ്. സ്തോത്രം ചെയ്ത്. മറ്റൊന്ന്, അവൻ ജീവിപ്പിക്കും. സ്തോത്രം. ഈ തലമുറയിൽ നിന്നെ ജീവിപ്പിക്കത്തില്ലെന്ന് പറയുന്ന അനേക സന്ദർഭങ്ങൾ, അനേക വിഷയങ്ങളുണ്ട്. നിന്നെ കുഴിച്ചു മൂടാൻ നോക്കുന്ന ശക്തികളുണ്ട്. സ്തോത്രം. എന്നാൽ കർത്താവ് നിന്നെ ജീവിപ്പിക്കാൻ പോകുകയാണ്. ഞാനൊരു സംഭവം പറയാം. സ്തോത്രം. ഒരിടത്ത് ഒരു വലിയ കുഴി, ആ കുഴിയിൽ 12 അടി താഴ്ചയുള്ള കുഴി, അതിൽ പ്രായമായൊരു കുതിര കിടക്കുകയാണ്. 12 വീതി 12 അടി താഴ്ചയുള്ള വലിയ കുഴിയിൽ ഒരു വലിയ കുതിര, പ്രായമുള്ള കുതിര വീണ് കിടക്കുകയാണ്. പ്രായമുണ്ട്, അതുകൊണ്ട് കയറാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വഴിപോക്കനായ ഒരു മനുഷ്യൻ ഈ കുതിരയെ കണ്ടപ്പോൾ മണ്ണിട്ട് മൂടാനാണ് ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ തോളയിൽ തൂമ്പാവുണ്ട്. ഈ മണ്ണെല്ലാം വെട്ടിയിട്ട് മൂടാനായിട്ട് ശ്രമിക്കുക. മൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുതിര വെള്ളോട്ട് കൈപൊക്കി പിടിച്ചു, കാല് പൊക്കി, കാലുറപ്പിച്ചു, കൈപൊക്കി. ഈ മണ്ണിങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ അണച്ചണച്ച് തിരിഞ്ഞു നോക്കാതെ മണ്ണ് വെട്ടുകിടുക. എന്നാൽ അല്പം കഴിഞ്ഞ് മണ്ണെല്ലാം തീർന്നപ്പോൾ മനുഷ്യൻ അണച്ച് തിരിഞ്ഞ് ആമയെ സന്തോഷത്തോടെ നോക്കിയപ്പോൾ കുതിര തലപൊക്കി മുകളിൽ നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. സ്തോത്രം. നിന്നെ ആരെല്ലാം കുഴിച്ചു മൂടാൻ ശ്രമിച്ചാലും ഈ ദൂതുകൾക്ക് മുൻ ഓർത്തുകൊള്ളുക, സത്യം പുറത്തു വരാൻ പോകുകയാണ്. യഹോവയുടെ ശാശ്വത പൂജ നിനക്ക് അനുകൂലമാണ്. അവൻ നിന്നെ ഭൂമിയുടെ മുകളിൽ ശേഷിപ്പിച്ച് നിന്ദിച്ചവരുടെ മുമ്പിൽ, കുഴിച്ചു മൂടാൻ നോക്കിയവരുടെ മുമ്പിൽ, മുറിച്ചവരുടെ മുമ്പിൽ, ആമേൻ, ജീവിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ദൈവം നിന്നെ ജീവിപ്പിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ഒരിക്കലൂടെ സന്ദേശം പറയട്ടെ, അവൻ എഴുന്നേൽപ്പിക്കും. നിന്നെ എവിടെയാണ് എഴുന്നേൽപ്പിക്കേണ്ടത് അവിടെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. സ്തോത്രം. മാനുഷികമായ ഒരു പദ്ധതി നീ ഒരുക്കേണ്ട, ദൈവത്തിൽ സമർപ്പിക്കുക. നിന്നെ ആമേ ശക്തിയോടെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. ചിലർ കുതിരകളുടെ രഥങ്ങളിൽ ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ആശ്രയിക്കും. ചിലർ ഇന്ന് പകൽ നിന്നെ എഴുന്നേൽപ്പിക്കത്തില്ലെന്ന് പറയുന്ന വിഷയത്തിൽ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നിനക്ക് 10 പേരെതിരാണെങ്കിൽ വേറെ 20 പേരെ അനുകൂലമാക്കി ദൈവം നിർത്തിയിട്ടുണ്ട്. കുഴിച്ചു മൂടപ്പെട്ടവരുടെ മുമ്പിൽ, കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ തല ഉയർത്തി യോസഫിനെ പോലെ നിൽക്കാൻ പോകുകയാണ്. ഈ വർഷം നീ കാണാൻ പോകുകയാണ്. ഈ പകൽക്കാലം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കണ്ണടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവേ, നമ്മെ സമർപ്പിക്കാം. സൗഖ്യമാക്കുന്ന കർത്താവേ, മുറിവ് കിട്ടുന്ന കർത്താവേ, ജീവിപ്പിക്കുന്ന കർത്താവേ, എഴുന്നേൽപ്പിക്കുന്ന കർത്താവേ, എന്നെ സമർപ്പിക്കും. ഞാൻ മടങ്ങി വരികയാണ്. എൻ്റെ രഹസ്യ പ്രാർത്ഥന, എൻ്റെ ജീവിത വിശുദ്ധി, എൻ്റെ വചന ധ്യാനം, എൻ്റെ പ്രാർത്ഥനാ ജീവിതം,
എന്നെ ഒരുക്കിലൂടെ കർത്താവിനായി ഒരുക്കുവാൻ സമർപ്പിക്കുന്നു. എല്ലാവരും എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. എന്നെ കർത്താവിൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ. എന്നെ കടിച്ചു കീറിയപ്പെട്ട വിഷയത്തിൽ സൗഖ്യമാക്കണമേ. നീ മാത്രം മതി കർത്താവേ. നിന്നെ ഞാൻ ആശ്രയിക്കും. യേശു ക്രിസ്തുവേ, അവിടുത്തെ രക്തം കൊണ്ട് എന്നെ കഴുകണം. അവിടുത്തെ രക്തം കൊണ്ട് കഴുകണമേ. എനിക്കിവിടെ കാലിൽ ക്രൂശിക്കപ്പെട്ടു, എനിക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു, എനിക്ക് ആ ഉയർത്തത്തിൽ ജീവിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കർത്താവിനായി സമർപ്പിക്കുന്നു. എൻ്റെ പാവം ക്ഷമിക്കണമേ. ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥന ഏറ്റുപറഞ്ഞതിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അമേൻ വർഗീസ് ബേബി, ഡിവൈൻ പ്രയർ മിനിസ്ട്രീസ് ഇന്ത്യ, പെരിങ്ങാല PO കായംകുളം. പിൻ നമ്പർ 60505559. ടെലിഫോൺ നമ്പർ 04712161219446344490. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഏതുമാകട്ടെ, ഞങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.